വിപണിയിൽ സ്വർണ്ണവില വീണ്ടും കുതിക്കാൻ തുടങ്ങി. വിലയിലെ കുതിപ്പിനെ തുടർന്ന് നിക്ഷേപകരുടെ താൽപര്യത്തിൽ മാറ്റമുണ്ടായി. മാത്രമല്ല, സ്വർണ്ണവില ഞെട്ടിക്കുമ്പോഴും ആളുകൾ സ്വർണ്ണം വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. പക്ഷേ വാങ്ങൽ തന്ത്രം ഒന്ന് മാറ്റി പരീക്ഷിക്കുകയാണ്. വീണ്ടും സ്വർണ്ണവില റെക്കോർഡിലേക്കുള്ള കുതിപ്പ് തുടങ്ങി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ 1,32,621 രൂപയ്ക്ക് മുകളിലെങ്കിലും ചെലവാകും. ഇനി സ്വർണ്ണാഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് മാറ്റി വാങ്ങുകയാണെങ്കിൽ പണിക്കൂലിയിൽ ഇനിയും വലിയൊരു വർധനവ് പ്രതീക്ഷിക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില വലിയ വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5,106 എന്ന റെക്കോർഡ് നിലവാരത്തിലേക്കും എത്തി. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഔൺസിന് ഏകദേശം $128 വർധനവാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കൻ വിപണിയിലെ സാമ്പത്തിക മാറ്റങ്ങളും ആഗോളതലത്തിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് ഇന്ന് സ്വർണ്ണവില കുത്തനെ ഉയരാൻ കാരണമായിരിക്കുന്നത്. എന്നാൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ശക്തമായ ഡോളറും കാരണം സ്വർണ്ണവില കുതിച്ചുയരുന്നത് ശരിക്കും പറഞ്ഞാൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 2.65% വർധനവാണ് ഈ മഞ്ഞലോഹത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇനിയൊരു കുതിച്ചുചാട്ടത്തിലേക്കാണ് പോക്ക് എന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ജനുവരി 29 സ്വർണ്ണവിലയിൽ എക്കാലത്തെയും ഉയർന്ന റെക്കോർഡ് സൃഷ്ടിച്ചത്. എന്നാൽ അതിനുശേഷം സ്വർണ്ണവിലയിൽ വലിയ ഇടിവുണ്ടായി. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി സ്വർണം തിരികെ കയറുന്ന പ്രവണതയുണ്ട്. സ്വർണത്തിന്റെ വിലയിലെ കുതിപ്പിനെ തുടർന്ന് നിക്ഷേപകരുടെ താൽപര്യത്തിൽ മാറ്റമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. സ്വർണം വാങ്ങുന്നതിൽ നിന്ന് കാര്യമായി ആളുകൾ പിന്നോട്ട് പോയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ സ്വർണം വാങ്ങൽ തന്ത്രം ഒന്ന് മാറ്റി പരീക്ഷിച്ചിരിക്കുകയാണ് നിക്ഷേപകരെന്നും പറയുന്നു. അതായത് സ്വർണ്ണാഭരണത്തിനേക്കാൾ ഉപരി ആളുകൾ ഡിജിറ്റൽ സ്വർണത്തിലേക്കും ETF-കളിലേക്കും മാറിയെന്നാണ് പറയുന്നത്. ആഭരണം വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും മാറി നാണയത്തിലേക്കും ബാറുകളിലേക്കും ഇവർ തിരിഞ്ഞുവെന്നാണ് പറയുന്നത്. കാരണം ഇതാണ് ഇരട്ടി ലാഭം. സ്വർണ്ണ നാണയങ്ങളും ബാറുകളും പലപ്പോഴും പരമ്പരാഗത രൂപങ്ങളും ആധുനിക ഡിസൈനുകളും ഉപയോഗിച്ചു വരുന്നതാണ്. കാരണം ഇത് വാങ്ങലിനൊരു മൂല്യവർദ്ധനവ് നൽകുന്നുണ്ട്. അത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോഴും ലാഭം തന്നെയാണ് ഉറപ്പുവരുത്തുന്നത്. ആഭരണ വിൽപ്പന സാധാരണയായി വീണ്ടെടുക്കാനാവാത്ത പണിക്കൂലി ഇതിൽ വരുന്നുണ്ട്. അതായത് 10 മുതൽ 25% വരെ വ്യത്യാസപ്പെടും. എന്നാൽ പുനർവിൽപ്പനയിൽ കോയിനുകളാണെങ്കിൽ വലിയ ലാഭം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.